Hey guys, welcome back to another video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് നമ്മുടെ ഹോം പേജ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഫുഡ് ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോം പേജിൽ നമുക്ക് കുറച്ച് പാഡിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇതിപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിൻ്റെ ഈ പോപ്പുലർ പോസ്റ്റിൻ്റെ താഴെ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷനിൽ നമ്മൾ സ്പേസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഇവിടെ താഴെയൊക്കെ ഈ കാറ്റഗറിയിൽ ഇവിടെ നമ്മൾ സ്പേസിങ് കൊടുത്തിട്ടില്ല. അതുപോലെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറിലൊന്നും നമ്മൾ കളർ കൊടുത്തിട്ടില്ല. സോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ എഡിറ്റ് വിത്ത് എലിമെൻറ്റോർ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ എഡിറ്റർ വന്നിട്ടുണ്ട്, എലിമെൻറ്റർ എഡിറ്റർ. ഇനി നമുക്ക് ഈ പോപ്പുലർ പോസ്റ്റിൻ്റെ ഈ കാണുന്ന ഇതിൻ്റെ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ അഡ്വാൻസ്ഡിൽ വരാം. എന്നിട്ട് അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇത് ലിങ്കാണ്, ഇതിപ്പോൾ ഡീലിങ്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ പാഡിങ്ങിൽ നമുക്ക് 60 പിക്സൽ കൊടുക്കാം. പാഡിങ്ങിൽ നമുക്ക് 60 പിക്സൽ ടോപ്പിൽ, അതുപോലെ ബോട്ടം നമുക്ക് 60 പിക്സൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ താഴെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യാം സെക്ഷനിൽ. ലെറ്റ് മീ ചെക്ക് വൺസ് അഗൈൻ. ഓക്കെ, അഡ്വാൻസ്ഡിൽ ഇവിടെ ഓൾറെഡി ഉണ്ട് 60x60, ടോപ്പ് 60, ബോട്ടം 60. അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്കിവിടെ കാറ്റഗറിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഈ സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സ്റ്റൈലിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മുമ്പേ കോപ്പി ചെയ്ത സ്റ്റൈൽ നമുക്കിവിടെ പേസ്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലേറ്റസ്റ്റ് പോസ്റ്റിൽ നമുക്ക് അതുപോലെ തന്നെ സ്റ്റൈൽ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ എബൌട്ട് മീ എന്ന സെക്ഷനുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റൈൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു സെക്ഷൻ കൂടെ ഉണ്ട്, ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലർ പോസ്റ്റിൻ്റെയും ഈ ടെക്സ്റ്റിൻ്റെയും ഇടയ്ക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ടെക്സ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം, പോപ്പുലർ പോസ്റ്റ് എന്ന് ടെക്സ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻസിൽ വന്നിട്ട് ഇവിടെ പാഡിങ് നമ്മൾ നേരത്തെ 30 കൊടുത്തായിരുന്നു ടോപ്പിൽ, ഇപ്പോൾ നമുക്കത് 0 ആക്കാം. എന്നിട്ട് നമുക്കിത് കോപ്പി ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന ഇവിടുത്തെ ഈ ടെക്സ്റ്റിൽ നമുക്ക് കോപ്പി ചെയ്ത സ്റ്റൈൽ പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ലേറ്റസ്റ്റ് പോസ്റ്റ് ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യാം സ്റ്റൈൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് സ്റ്റൈൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആരും ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യല്, നമ്മൾ പേസ്റ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യുമോ, എന്നാലേ അത് പേസ്റ്റ് ആകത്തുള്ളൂ. അതുപോലെ നമുക്ക് ഈ കാണുന്ന സെക്ഷൻ്റെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റൈലിൽ വന്നിട്ട് നമുക്കിവിടെ കളർ എന്ന് കാണും, ഈ കളർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഈ കളർ കോഡ് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ആൾട്ടർനേറ്റ് സെക്ഷനിലൊക്കെ നമുക്ക് ഈ കളർ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ കളർ ഇടാം. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് പോസ്റ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് കളറിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് ഓക്കെ, നമുക്കിവിടെ സ്റ്റൈലിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കളർ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അൾട്ടർനേറ്റ്ലി നമുക്ക് ഇതുപോലെ കളർ ഇടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മൈ ഇൻസ്റ്റഗ്രാം ഫീഡ് എന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റൈലിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കളർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കളർ കോഡ് നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു സൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ഇത് അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പേജിൽ വരാം, ഹോം പേജിൽ. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റുകളൊക്കെ നമ്മുടെ ഓരോ എലിമെൻറ്റ്സും ഇവിടെ വളരെ അലൈൻഡ് ആണ്. അതുപോലെ ഒരു പ്രോപ്പർ ഡിസൈൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ
ഹോം പേജിൽ വന്നിട്ട് നമുക്കിവിടെ ഈ ലോഗോയിൽ നമ്മൾ മൗസ് ഹവർ ചെയ്യുമ്പോഴും അതുപോലെ മെനു ബാറിൽ നമ്മളിങ്ങനെ മൗസ് ഹവർ ചെയ്യുമ്പോഴും ബ്ലൂയിഷ് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹവർ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓരോ ഐക്കൺസിലും ഹവർ ചെയ്യുമ്പം, നമ്മുടെ മൗസ് ഹവർ ചെയ്യുമ്പം ബ്ലൂയിഷ് കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ വരാം, എന്നിട്ട് അപ്പിയറൻസിൽ വന്നിട്ട് കസ്റ്റമൈസിൽ വരാം. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ കസ്റ്റമൈസേഷൻ വിൻഡോ വരും. അപ്പം നമുക്കിവിടെ ഇവിടെ നമുക്ക് ടോപ്പ് ബാറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സോഷ്യലി വരാം. സോഷ്യലി വന്നിട്ട് നമുക്ക് ഇവിടെ കാണുന്ന സോഷ്യൽ ലിങ്ക്സ് കളർ ഹോവർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. സെലക്ട് കളറിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടതായ കളർ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. കളർ കോഡ് ഇപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കിയാൽ മൗസ് ഹവർ ചെയ്യുമ്പം ആ കളർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് അടിക്കാം. ഇവിടെ വരാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ബാക്ക് വരാം, എന്നിട്ട് നമുക്ക് ഹെഡറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലോഗോയിൽ വരാം. ലോഗോയിൽ വന്നിട്ട് ഇവിടെ കളർ ഹവർ, ഇവിടെ നമുക്ക് വീണ്ടും ആ സെയിം കളർ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം, കളർ കോഡ്. ഇനി നമുക്കിവിടെ നമ്മുടെ മൗസ് ഹവർ ചെയ്യുമ്പം ഗ്രീനിഷ് കളർ നമുക്ക് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് മെനു ബാറാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലിങ്ക് കളർ ഹവർ. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ആ കളർ കോഡ് തന്നെ പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെനു ബാറിൻ്റെ ഇതുപോലെ ഹവർ കളർ ചേഞ്ച് ആകുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പം മൈ റെസിപ്പീസ് എന്ന ലിങ്കിലാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തേക്കുന്ന ഈ പേജാണ്. ഇനി നമുക്കിവിടെ ലിങ്ക് കളർ കറൻറ്റ് മെനു ഐറ്റം ഇവിടെ നമുക്ക് സെയിം കളർ കോഡ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് പേജ് ക്ലിക്ക് ചെയ്യുവാണോ ആ പേജിൻ്റെ അല്ലെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. റൈറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് പബ്ലിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സൈറ്റ് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം. റൈറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗസ് ഹവറിലൊക്കെ ഗ്രീൻ കളർ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, ബാക്കി ഈ പേജെല്ലാം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്ന്. ഇനി നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾ ന്യൂ വെജിറ്റേറിയൻ റെസിപ്പീസ് എന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമുക്ക് ഈ ടെക്സ്റ്റ് ഇച്ചിരി കൂടെ ഒന്ന് വലുതാക്കണം. അതിനുവേണ്ടി നമുക്ക് വീണ്ടും എഡിറ്റ് വിത്ത് എലിമെൻറ്ററി നമുക്ക് വരാം. ഈ കാണുന്ന ആനിമേറ്റീവ് ടെക്സ്റ്റാണ് നമുക്ക് ഒന്നും കൂടെ ഫോണ്ട് നമുക്ക് ഇതിൻ്റെ വലിയ ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിൽ വരാം. ഇവിടെ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് എന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ടൈപ്പോഗ്രഫിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് നമുക്ക് 60 പിക്സൽ ആക്കാം. ഓക്കെ, ഇത് കറക്റ്റാണ്. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിലാണ്, നമുക്ക് ടാബ്ലറ്റ് മോഡിലേക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ടാബ്ലറ്റ് മോഡലിൽ നമുക്ക് കുറച്ചും കൂടെ വലിയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിത് 40 പിക്സൽ കൊടുക്കാം ടാബ്ലറ്റ്. ഇനി നമുക്കിവിടെ നമ്മുടെ മൊബൈൽ മോഡിൽ നമുക്ക് ഓൾറെഡി 20 പിക്സലാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ടാബ്ലറ്റ് മോഡിൽ ഇതുപോലെ, അതുപോലെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഇതുപോലെ. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സഫിക്സ് ടെക്സ്റ്റ്, അതായത് ഈ റെസിപ്പീസ് എന്ന് എഴുതിയേക്കുന്ന ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിതിൻ്റെ ടൈപ്പോഗ്രഫിയിൽ വന്നിട്ട് നമ്മൾ മുമ്പേ സ്റ്റൈൽ ചെയ്തതുപോലെ തന്നെ 60 പിക്സൽ, അതുപോലെ 60 പിക്സൽ വെയിറ്റ് നമുക്ക് 400 കൊടുക്കാം. ഓക്കെ, ഇത് വളരെ അട്രാക്റ്റീവാണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ടാബ്ലറ്റ് മോഡിൽ വന്നിട്ട് വീണ്ടും നമുക്ക് 40 പിക്സൽ കൊടുക്കാം ഇവിടെ.
അതുപോലെ മൊബൈൽ മോഡിൽ ഓൾറെഡി ഇത് 20 പിക്സൽ ആണല്ലോ. സോ ഇങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഓരോ മോഡ്സ് നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്നും കൂടെ ലൈറ്റ് ആക്കാം. ടെക്സ്റ്റ് കളർ നമുക്കിവിടെ വരാം. എന്നിട്ട് നമുക്ക് മുമ്പേ ഞാൻ കോപ്പി ചെയ്ത ഈ സെയിം കളറിൻ്റെ കോഡ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ വിസിബിളാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റിൽ നിങ്ങളെപ്പോഴും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നിങ്ങൾ നോക്കുക, ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ. ഇനി ഈ വീഡിയോയിൽ ഇത്ര മാത്രം. നമുക്കിത് എക്സിറ്റ് ചെയ്യാം. ഇതിപ്പം നമ്മുടെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫുഡ് ബ്ലോഗിംഗ് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ് മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.